നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പുഴങ്ങലരി പൊടിച്ചതും പച്ചരി പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കുറച്ച് ചൂടറിയും. ആദ്യം ഞാൻ തവി കൊണ്ട് ഇളക്കി ചെയ്തൊന്ന് മിക്സ് ചെയ്തായിരുന്നു, ചൂടായത് കാരണം. പിന്നെ നമുക്ക് നല്ല കൈ കൊണ്ട് ഇത് കുഴച്ചെടുക്കാം. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ ഉരുളകളായി കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അത് കഴിയുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ 3 വിരൽ കൊണ്ടൊന്ന് ഞെക്കി കൊടുത്തിട്ട് നമുക്കൊരു കുഴിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വെല്ലവും തേങ്ങയും പിന്നെ ജീരകവും ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള മധുര കൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ കൊഴുക്കട്ടയും തയ്യാറായി കഴിയുമ്പം അപ്പച്ചമ്മിന്റെ തട്ടിൽ വെച്ച് നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കാം. ചൂടോടെ കഴിക്കാനാണ് ഇതിന് പ്രത്യേക ഒരു രുചി. അപ്പം നല്ല മയമൊക്കെ കാണും. തണുത്ത് കഴിയുമ്പം ചെറിയൊരു ഉറപ്പ് കാണും. കൊഴുക്കട്ടയെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇനി അടച്ച് വേവിക്കാം. അപ്പോൾ വെന്ത് വരുമ്പോൾ കാണിക്കാം കേട്ടോ. വേവട്ടെ, അവിടെ ഇരുന്ന് ഒരു 20 മിനിറ്റെങ്കിലും ഇരുന്ന് വേവട്ടെ. നമുക്ക് ഉണ്ട പുഴുങ്ങിയത് റെഡി ആയോ നോക്കാം. അപ്പം നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനി ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം. ആഹാ.